റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലൂടെ ലക്ഷ്യമാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ഒരു വാഹനമാണ്. സാധാരണ വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതുപോലെ എല്ലാ ദിവസവും വാഹനങ്ങളൊന്ന് പൊടി തട്ടി, ആവശ്യമാണെങ്കിൽ ഒന്ന് കുളിപ്പിച്ച്, ഇന്ധനമടിച്ച്, ടയറിൽ കാറ്റ് ചെക്ക് ചെയ്ത് അത്യാവശ്യ പരിചരണങ്ങളൊക്കെ എല്ലാ ദിവസവും നമ്മൾ നടത്താറുണ്ട്. ഇതുപോലെ തന്നെയാണ് മനുഷ്യനാകുന്ന വാഹനവും. ദിവസവും ഒന്ന് കുളിച്ച്, വുളു ഉണ്ടാക്കി, പല്ല് തേച്ച്, അകത്തേക്ക് കുറച്ച് ഇന്ധനടിച്ച്, അങ്ങനെ നമ്മൾ ആവശ്യമുള്ള പരിചരണം ദൈനംദിനം നമ്മൾ നടത്താറുണ്ട്. എന്നാൽ ഒരു വാഹനം നിശ്ചിത കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിനെ സർവീസിന് കയറ്റാറുണ്ട്. അത് സാധാരണഗതിയിലുള്ള ഒരു പരിചരണവും ശുദ്ധീകരണവും മാത്രമല്ല, ബോഡിയും എഞ്ചിനുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പരിശോധിച്ച് ഓയിലുകളൊക്കെ ഒന്ന് മാറ്റി എഞ്ചിന്റെ കേടുപാടുകൾ തീർത്ത് ഒരു സമ്പൂർണ്ണ ശുചീകരണമാണ് സർവീസിലൂടെ ഒരു വാഹനത്തിന് ചെയ്യുന്നത്. ഇതുപോലെ 11 മാസം ഓടിയ മനുഷ്യവാഹനം 12ാമത്തെ മാസം വരുമ്പം അതിനൊന്ന് സർവീസ് ചെയ്യാനാണ് പരിശുദ്ധ റമളാനിൽ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഈ ബോഡി മാത്രം പോരാ, നമ്മുടെ എഞ്ചിനാകുന്ന ആത്മാവിനെ കൂടി വിമലീകരിച്ച് ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കാനുള്ള ഒരു വലിയ പരിശീലന കളരിയാണ് പരിശുദ്ധ റമളാനിൽ അല്ലാഹു തആല നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. വാഹനമുള്ളവർക്കൊക്കെ അറിയാം, സർവീസിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കമ്പനിയിൽ നിന്ന് മെസ്സേജ് വരുന്നതാ, ഇന്ന ദിവസമാണ് നിങ്ങളെ സർവീസ് എന്നതുപോലെ ഈ സർവീസിനും 2 മാസം മുമ്പ് മെസ്സേജ് തുടങ്ങിയിട്ടുണ്ട്. വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞിങ്ങനെ ആ സന്ദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളതിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആ സർവീസിന് വേണ്ടി ഇറങ്ങാൻ പോവാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നും ആ ലക്ഷ്യം നേടാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നും ആസൂത്രിതമായി മുന്നൊരുക്കത്തോടുകൂടി നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉള്ളും പുറവും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി നമുക്ക് പരിവർത്തിക്കപ്പെടാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ബാഹ്യമായി കാണുന്ന ശരീരം മാത്രമല്ല, അതിനുള്ളിൽ ഒരകക്കാമ്പുണ്ട്. അതാണ് നമ്മുടെ ആത്മാവ്. ആ ആത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തെ കേന്ദ്രീകരിച്ചാണ്. ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ ആത്മാവിനെയാണ് നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആത്മസംസ്കരണം എന്ന് നമ്മൾ സാധാരണ പറയുന്നതും ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുന്നതും രണ്ടും ഒരേ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള 2 പ്രയോഗങ്ങൾ മാത്രമാണ്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ നന്നാക്കിയെടുത്താൽ നമ്മളെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയും. കാരണം ആ ഹൃദയത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ആത്മാവ് ശുചീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പല രീതിയിൽ ആ സംഗതി ആവർത്തിച്ച് തന്നെ നമ്മൾ ഉണർത്തിയിട്ടുള്ളതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു, അതിനെ ചേറ് പുരട്ടിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു.
ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ. ആത്മസംസ്കരണം കൈവരിച്ചവനാണ് വിജയം വരിച്ചത്. ഈ ആശയത്തിൽ നിരവധി ആയത്തുകൾ നമുക്ക് കാണാം. അപ്പോൾ ഹൃദയ ശുദ്ധീകരണത്തിലൂടെ നമുക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയുമെങ്കിൽ ആ ഹൃദയം അതിനെ നമുക്ക് ക്ലീൻ ചെയ്താൽ നമ്മളെ ശരീരം മൊത്തം ക്ലിയർ ആകും. കാരണം ഒരു മനുഷ്യൻ നന്നാവുന്നതും കേടുവരുന്നതും അവന്റെ മനോഭാവത്തിന്റെ അവസ്ഥ അനുസരിച്ച്. നല്ല മനോഭാവമാണെങ്കിൽ അവന്റെ വാക്കുകളും അവന്റെ പെരുമാറ്റവും അവന്റെ പ്രവർത്തനങ്ങളും ഒക്കെ നല്ലതായി മാറും. ചീത്ത മനോഭാവമാണെങ്കിലോ അതിനനുസരിച്ചായിരിക്കും അവന്റെ വാക്കും പെരുമാറ്റവും വേഷവും കോലും ഒക്കെ ഉണ്ടാവുക. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരാളെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കായിക വിനോദമാണെങ്കിൽ, ഓരോരുത്തർക്കും പ്രകൃതിപരമായി വിനോദങ്ങളോട് താല്പര്യം ഉണ്ടാവും. ഒരു പരിധി വരെ അതൊക്കെ പ്രകൃതിപരമാണ്. പരിധി വിടുമ്പോഴാണ് എപ്പോഴും അപകടം ഉണ്ടാവുക. ഒരാൾക്ക് പന്തളി വലിയ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇസ്ലാമെന്ന് പുറത്തു ഒന്നുമില്ല. പക്ഷെ അതൊരു ഭ്രാന്തായി മാറിയാലോ അയാളെ മനസ്സ് നിറയെ എപ്പോഴും പന്തളിയായിരിക്കും. അപ്പൊ അയാളെ മനസ്സിൽ അതായതുകൊണ്ട് തന്നെ അത് പതിയെ അയാളെ വേഷത്തിലേക്ക് വരും. അയാള് ധരിക്കുന്ന ഷർട്ട് ചിലപ്പം ആ നീലയും വെള്ളയും കള്ളിയുള്ള കുപ്പായായിരിക്കും. അതിന്റെ നമ്പർ എത്രയാ വരിക? കുട്ടികളില്ല അവിടെ അല്ലേ, ഒക്കെ വലിയവരായതുകൊണ്ട് ചിലപ്പോൾ നമ്പർ ഓർമ്മ ഉണ്ടാവില്ല, ഉള്ളവര് പറയും വേണ്ട. അതേമാതിരി വേറെ ചില ആളുകളോടാണ് താല്പര്യമെങ്കിൽ അവരെ കുപ്പായത്തിന്റെ കളർ വരും. ഇനി മുടി പരമാവധി എങ്ങനെ ആക്കാൻ നോക്കും? ഏറ്റവും നല്ല പന്തളിക്കാരൻ ആരാണോ അവനെ സ്വാധീനിച്ചത് അവന്റെ മുടിയായിരിക്കും ഇവന്റെ മുടി. നടത്തത്തിലും സംസാരത്തിലും ഒക്കെ വിഷയാതായിരിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മുച്ചിങ്ങ കണ്ടാൽ മതി, അതുകൊണ്ട് ഗോളടിക്കും. കാരണം കൽബ് നിറയെ പന്താണ്, ഫുട്ബോളാണ്, കാണൊക്കെ തന്നെയാണ്. ബസ്സിൽ കയറി സീറ്റിൽ ഒരാളെ കിട്ടിയാൽ ഓ സന്തോഷ് ട്രോഫിയിൽ നമ്മൾ പൊട്ടിയില്ലേ, അവിടുന്ന് പിന്നെ കഥ തുടങ്ങുക. കാരണം മനസ്സിൽ ഏതാണ്ടാകുക ഈ കളിയാണ്. ഇതുപോലെയാണ് മനസ്സിനെ എന്ത് സ്വാധീനിച്ചോ അത് നമ്മളെ വേഷത്തില്, സംസാരത്തില്, പെരുമാറ്റത്തില് എല്ലാം വരും. നന്മയാണ് നമ്മളെ മനസ്സിലെങ്കിൽ അതനുസരിച്ചുള്ള വാക്കും പ്രവർത്തനം അതിന്റെ രീതിയും കോല വരിക. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസിയായി തീരൂല ഏതുവരെ സർവസത്തെക്കാളും നിങ്ങളെ ഹൃദയത്തിൽ മഹബത്ത് എന്നോടാവാത്ത കാലത്തോളം. മുത്തുനബിയോടാണോ നമ്മളെ ഹൃദയത്തിൽ സ്നേഹമുള്ളതെങ്കിൽ അവിടെയാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുക. അപ്പൊ നമ്മളെ വേഷത്തിലേക്ക് ഏത് വരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഷം വരും. മുടി വളർത്തുന്നത് അങ്ങനെ ആയിരിക്കും, നമ്മളെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കും, വീട്ടിൽ അങ്ങനെ ആയിരിക്കും, ഇടപാടുകൾ അങ്ങനെ ആയിരിക്കും, നാട്ടുകാരോട് അങ്ങനെ ആയിരിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ കൽബിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ നന്നായി. മറ്റെന്തെങ്കിലുമാണോ അതിനനുസൃതമായിരിക്കും നമ്മൾ മാറുക. അപ്പൊ നമ്മളെ കൽബ് ആ ഒരു പരുവത്തിലാണോ നിലവിലുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ കൽബിനൊക്കെ ഒരുപാട് കറ പുരണ്ടിട്ടുണ്ട്. കാരണം ഹൃദയം എന്ന് പറയുന്നത് ഒരു കാലിയായ സീഡി പോലെയാണ്, അതിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. എന്നാൽ അതിലേക്ക് എന്തൊക്കെ പിടിക്കാം? അതിൽ വേണമെങ്കിൽ നല്ല ഉപദേശം, നല്ല വയല് പിടിക്കല്ലേ. ഒരു കാലി സീഡി വാങ്ങിയാൽ അതിലേക്ക് തന്നെ വേണമെങ്കിൽ ഒരു സിനിമ വേണമെങ്കിൽ സിനിമ കയറ്റാം, ഒരു ഡാൻസ് വേണമെങ്കിൽ അതിലേക്ക് കയറ്റാം. ഇനി വേറെ എന്തെങ്കിലും ഗുസ്തിയോ സ്പോർട്സോ എന്താണോ ആ സീഡിയിലേക്ക് നമ്മൾ കയറ്റുന്നത് അത് അതിൽ കയറും. ഇതുപോലെയാണ് നമ്മളെ ഹൃദയം. ആ ഹൃദയമാകുന്ന സീഡിയിലേക്ക് ആശയങ്ങളെ എത്തിക്കുന്ന ക്യാമറകളാണ് നമ്മളെ കണ്ണ്, കാത്, നാവ്, കയ്യ്, കാല്, മറ്റവയവങ്ങൾ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഏതൊന്നിന്റെയും ഒരു ചിത്രം എവിടേക്ക് വരും? നമ്മളെ കൽബിലേക്ക് വരും. അതിനാണ് പരസ്യ കമ്പനിക്കാർ, നിങ്ങൾ കണ്ടിട്ടില്ലേ, നാഷണൽ ഹൈവേന്റെ ഒക്കെ സൈഡില് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ ബോർഡ് വെക്കും. ആ ബോർഡ് വെച്ചിട്ട് എന്താണ്ടാവും? ഒരു ചങ്ങായി ഒരു കാലൊടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും.
നമ്മളറിയാതെ യാത്രാമധ്യേ നമ്മളെ കണ്ണതിലുടക്കി. അപ്പൊ നമ്മൾ ആ ഫോട്ടോ കണ്ടപ്പോ ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പൊ അതിന്റെ ചോട്ടിൽ ഇങ്ങനെ ചെറിയൊരു മാറ്റർ ഉണ്ട്, കുട പോപ്പി തന്നെ. നമ്മളറിയാതെ അത് നമ്മളെ കൽബിനെ സ്വാധീനിച്ചു. പിന്നെ മഴ പെയ്തപ്പോഴാണ് നമ്മളൊരു കടയിൽ കയറി, ഒരു കുട വേണല്ലോ. അപ്പൊ അവിടുന്ന് സെയിൽസ്മാൻ ചോദിച്ചു, കുട ഏതാ വേണ്ടത്? വല്യാപ്പന്റെ കുട ആയിട്ടൊന്നല്ല, പക്ഷെ നമ്മൾക്ക് ഇങ്ങോട്ട് ഓർമ്മയിൽ വരുന്നേതാ? ആ കണ്ട സാധനം. ഇതാണ് പരസ്യത്തിന്റെ പിന്നിലെ രഹസ്യം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് കൽബിൽക്ക് കയറും. ഇതുപോലെ കാതുകൊണ്ട് കേൾക്കണ എടുക്ക് കയറും, കൽബിൽക്ക് കയറും. നമ്മളൊക്കെ ഇപ്പൊ വല്ലതും കേട്ട് മനസ്സിലാക്കാൻ ഇരിക്കാണല്ലോ അവിടെ, അല്ലെ? കേട്ട് മനസ്സിലാക്കാൻ തന്നെ പറയില്ല, കേട്ടാ മനസ്സിക്ക് കയറും എന്നതിന്റെ അർത്ഥം. ഇതുപോലെ നാവുകൊണ്ട് പറയുന്നതും കൽബ് കടക്കും. നമ്മൾ ഈ ഫാത്തിഹി അത്തഹിയാത്തൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചത്? ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത് അല്ലല്ലേ, കുറെ എങ്ങനെ ചൊല്ലുമ്പോ അത് പഠിക്കല. നാവുകൊണ്ട് ആവർത്തിച്ച് പറയണത് അത് നമ്മളെ കൽബ് കയറും. അതുകൊണ്ട് ആ നെയ്യത്ത് വെക്കണ സാധനം തൊള്ളോണ്ട് പറയൽ സുന്നത്താന്ന് പറഞ്ഞ എന്തിനാ? അത് കൂടുതൽ മനസ്സിൽ ഉറക്കാനാ. അപ്പൊ നമ്മൾ ഈ അവയവങ്ങളൊക്കെ ഉപയോഗിച്ചത് ഏതിനാണോ ഏറ്റവും കൂടുതൽ, അതിനനുസരിച്ചായിരിക്കും നമ്മളെ കൽബാകുന്ന സീഡിയിൽ സംഗതി ഉണ്ടാകുക. അത് നമ്മൾ പറയണ്ടല്ലോ, നമ്മൾ സ്വകാര്യാണ്. നമ്മൾ ഏറ്റവും അധികം കണ്ട എന്തേക്കും? അനാവശ്യങ്ങളായിരിക്കും. അതിന്റെ ചിത്രങ്ങളാണ് നമ്മളെ കൽബിനെ മലിനമാക്കിയത്. നമ്മൾ കേൾക്കുന്നത് നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ്, പറയുന്നത് നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ്. അങ്ങനെ അതാ സുമ്മ ഖസത്ത് ഖുലൂബുഹും. അല്ലാഹു തആല ശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് തന്നെങ്കിലും പിന്നീട് പാപങ്ങൾ ചെയ്ത് ചെയ്ത് അത് കറ പിടിച്ചിരിക്കുകയാണ്. ഇനി ആ കറ ചുരണ്ടി മാറ്റി ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോഴാണ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആത്മാവിനെ നമുക്ക് വിമലീകരിക്കാൻ കഴിയുന്നത്. ആ ഹൃദയത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുമോ? തീർച്ചയായും നമുക്ക് സാധിക്കുമെന്നാണ്. അതിനുള്ള മാർഗം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളാണത്. വത്വരീഖത്തുൻ അഖദും ബി അഹ്വതകൽ വറഅ വഅസീമത്തുൻ കരിയാളത്തിൻ മുതബത്തിലാ. വത്വരീഖ, മനസ്സ് നന്നാക്കാനുള്ള വഴി എന്താണ്? ഒന്നാമതായി അഖദും ബി അഹ്വത, ശരീഅത്തിന്റെ നിയമങ്ങളെ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പകർത്തും. അല്ലെങ്കിൽ ശരീഅത്തിന്റെ സൂക്ഷ്മമായ നിയമങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തും. നോക്കരുത് എന്ന് പറഞ്ഞത് നോക്കാതിരിക്കുക, നോക്കണം എന്ന് പറഞ്ഞത് നോക്കുക. കേൾക്കരുതെന്ന് പറഞ്ഞത് കേൾക്കാതിരിക്കുക, കേൾക്കാൻ പറഞ്ഞത് ധാരാളം കേൾക്കുക. പറയരുത് എന്ന് പറഞ്ഞത് പറയാതിരിക്കുക, പറയാൻ പറഞ്ഞത് ധാരാളം പറയാ. ഇങ്ങനെ ശരീഅത്തിന്റെ രണ്ട് ചാർട്ടുണ്ട്, ഹലാല് ഹറാം. ഇത് പരിഗണിക്കലാണ് കൽബ് ശുദ്ധിയാകാനുള്ള ആദ്യത്തെ വഴി. മാലിന്യങ്ങൾ അങ്ങോട്ട് വരാൻ അനുവദിക്കരുത്, എല്ലാ അവയവങ്ങളും നിയന്ത്രിക്കുക. അപ്പൊ കൽബ് ശുദ്ധിയാവും. രണ്ടാമത് എന്ത് വേണം? നേരത്തെ നമ്മൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾക്ക് അനുസൃതമായി നമ്മളെ മനോഭാവം തെറ്റായ രീതിയിൽ അപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അതിനെ തിരുത്തണമെങ്കിൽ എന്ത് വേണം? ചില ഉറച്ച നിലപാടുകൾ എടുക്കണം. അതിനാണ് അസീമ എന്ന് പറഞ്ഞത്. കൽബ് കൊണ്ട് നമ്മൾ തീരുമാനിക്കണം. കൽബ് കൊണ്ട് തീരുമാനിക്കാതെ ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ റമളാൻ ചെയ്യണത് എന്താ? ഈ രണ്ട് സംഗതിയാണ്. ഒന്ന്, നമ്മളെ അവയവങ്ങളൊക്കെ തിന്മകളിൽ നിന്ന് തടഞ്ഞ് ഹൃദയം കൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുപ്പിച്ച് മാറണം എന്ന് വിചാരിച്ചാൽ മാറാൻ പറ്റുമെന്ന ട്രെയിനിങ് നമുക്ക് തരാണ്.